ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ജസ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. നോർമലി ഞങ്ങൾ മുന്നേ മാരേജ് കഴിഞ്ഞ സമയത്ത് കുറേ പേര് നമ്മുടെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ എന്തൊക്കെയോ ആക്കി കുറേ കുത്തി തിരിഞ്ഞ് കുഴി മാന്തിയ പോലെ ആക്കിയിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഒന്നും ഞാൻ റിയാക്ഷൻ ചെയ്യാത്തത്, ഞാൻ റിയാക്ഷൻ ചെയ്തുകൊണ്ട് അവർക്ക് അടുത്ത കണ്ടന്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് ക്ഷമിച്ച് നിന്നത്, റിയാക്ഷൻ ചെയ്തില്ല. അപ്പോൾ ഞാൻ ഈ അടുത്ത് ജസ്റ്റ് ഇൻസ്റ്റ ഇങ്ങനെ നോക്കിയിട്ട് റിക്വസ്റ്റ് ഐ ഡി നോക്കിയപ്പോൾ ഒരു കൊച്ചു എനിക്ക് ഒരു ഫോട്ടോ ഇങ്ങനെ പേജ് അയച്ചു തന്നെ, എന്നെ പറ്റി ഒരു പെണ്ണ് ഒരു തളച്ചി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒന്ന് റിയാക്ട് ചെയ്യണമെന്നുണ്ടായി. ഫസ്റ്റത്തെ ആ പെണ്ണ് എൻ്റെ വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ജാനുവിനെ വെച്ചിട്ട് ഫോട്ടോ ചെയ്തത്, AI ക്യാമ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തത്. അത് ഞാൻ ചെയ്തതല്ല സത്യം പറഞ്ഞാൽ, അത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫോളോവേഴ്സ് എനിക്ക് ചെയ്ത് തന്നതാണ്. പിന്നെ കുറേ പേര് ഞങ്ങളുടെ വെച്ചിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ ചെയ്തു തരാം. അതായത് എൻ്റെ മേനുവിൻ്റെ അസാനുവിൻ്റെ വെച്ചിട്ട് കുറേ പേര് ഫോട്ടോസും വീഡിയോസും അയച്ച് ഫ്രെയിംസ് വരെ അയച്ച് തന്നിട്ടുണ്ട് എനിക്ക്, റിംഗ് ആൽബമായിട്ടും അങ്ങനെ. അതൊക്കെ എനിക്ക് സന്തോഷം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ റിയാക്ട് ചെയ്തുകൊണ്ട് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി, കുറച്ച് ചൂടായിട്ടുള്ളത്. അത് സത്യം പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും ആ ഒരു സാഹചര്യത്തിൽ എത്ര നല്ല ദേഷ്യം വരും. ആ ഒരു ഇതിലാണ് ഞാൻ ആ ഷോർട്സ് ചെയ്തത്. അതായത് ഇപ്പം എനിക്ക് ഒരു ഡ്രസ്സ് ഇടാൻ പറ്റൂല, ഒരു പാൻറ് ഇടാൻ പറ്റൂല, ഒരു ചെരുപ്പ് ഇടാൻ പറ്റൂല, എന്തിട്ടാലും റിഫാൻഡെന്ന് പറഞ്ഞിട്ടുള്ള പറച്ചിലും കൊണ്ട് എനിക്ക് അത്രയും ഹറാസ്മെൻറ്റ് പോലെ ഇത് കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതും ആ പുള്ളിക്കാരി ഇട്ടിട്ട് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ് നീ റിഫാനെ പോലെ നടക്കണം എന്നാ. ഞാൻ നോർമലി ഞാൻ എൻ്റെ ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കുന്നത്. എന്നെ അറിയണവർക്ക്, എൻ്റെ പാരൻസിൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, എന്നെ അറിയണവർക്ക് ചോദിച്ചാൽ അറിയാം ഞാൻ എങ്ങനെയാണെന്ന്. ഞാൻ കുറച്ച് ചൈൽഡിഷ് ടൈപ്പാണ്. അതായത് എൻ്റെ സംസാരത്തിലൊക്കെ കുറച്ച് മെച്യൂരിറ്റി ഉണ്ടെങ്കിലും എന്നെ കണ്ടാൽ ഞാൻ കുറച്ച് കുട്ടിത്തൻ ടൈപ്പാണ്. അതായത് ഞാൻ കുറച്ച് തെറിച്ചെടുക്കുന്ന ടൈപ്പാണ്. എൻ്റെ ക്യാരക്ടർ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവളുടെ ക്യാരക്ടർ എന്താണെന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് നടക്കുന്നത്. ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ നോർമലി കുറേ പേര് ചോദിക്കലുണ്ട്, നിനക്ക് റിഫാനെ പോലെ തന്നെ ടൈപ്പ് ഒരു കൊച്ചിന് കിട്ടിയല്ലോ. അതായത് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കുന്ന ക്യാരക്ടർ കൊണ്ടാവും അങ്ങനെ പറയുന്നത്, അങ്ങനെ കിട്ടിയല്ലോ എന്ന് പറയലുണ്ട്. പക്ഷേ അവൾ എങ്ങനെയാണെന്നൊന്നും ഞാൻ ചോദിക്കാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ നടക്കുന്നുള്ളത്. പക്ഷെ അപ്പോൾ ആ പെണ്ണ് പറഞ്ഞത്, നീ അതുപോലെ നടക്കാൻ ശ്രമിക്കുന്നു, നീ എന്നാ അങ്ങനെ ശ്രമിച്ച് വേണമെങ്കിൽ കയറി കെട്ടി തൂങ്ങി ചാവ് എന്ന്. എനിക്കറിയാം ഞാൻ എങ്ങനെ ചാവണമെന്ന് എനിക്കറിയാം. അള്ള വിധിക്കണ ഒരു ദിവസം ഞാൻ എന്തായാലും മരിക്കും. നീ പറഞ്ഞതും കൊണ്ട് ഞാൻ ചാവേമില്ല. ഇപ്പം നീ പറഞ്ഞതും കൊണ്ട് ഞാൻ തൂങ്ങി ചത്താൽ അവിടെ ഒരു പ്രേരണ കുറ്റം എന്ന് പറഞ്ഞൊരു കേസ് വരും. എനിക്ക് വേണ്ടി അങ്ങനെ പോയി ചാവാം, നീ പോയി ചാവ് എന്ന് പറഞ്ഞ രീതിയിൽ ചാവാൻ. പിന്നെ ചാവ് എന്ന് പറഞ്ഞതും കൊണ്ട് പോയി ആരും ചാവേമില്ല. അത് മനസ്സിലായ നീ? അപ്പോൾ ഒരുപാട് വന്ന് ഇങ്ങനെ ചിലക്കാൻ വരണ്ട. നിനക്ക് നിന്റെ ലൈഫ് നോക്കിക്ക. നീ കുറേ, ഞാൻ നിന്റെ പേജ് നോക്കി കുറേ പേരുടെ ഇപ്പോൾ സിനിമ നടന്മാരെ കൂടുതൽ ഞാൻ ആക്ടേഴ്സിൻ്റെ ആക്ട്രസിൻ്റെ ഒക്കെ കണ്ടത്, അവരുടെ കുറേ ഇട്ട് കുറ്റം പറയുന്നു, അവരങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞിട്ട്. എന്തിനാ മറ്റുള്ളവരുടെ ഇതിൽ കയറിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നത്, വ്യൂവേഴ്സ് കൂട്ടാൻ നോക്കുന്നത്? അതിനകത്ത് പറഞ്ഞത് റിഫാനെ സഫാക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ട്. എനിക്കൊരു ഇഷ്ടക്കേടും ഉണ്ടായിട്ടില്ല. പക്ഷെ കുറേ കാരണങ്ങൾ ഞാൻ കേട്ടത് കൊണ്ടും കണ്ടത് കൊണ്ടും മാത്രമാണ് എനിക്ക് ഇഷ്ടക്കേട് വന്നു തുടങ്ങിയത്. അല്ലാതെ അവളുടെ ഡ്രസ്സ് ഇട്ടെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമൊന്നുമല്ല. അതിന് അതിൻ്റെതായ തക്കതായ കാരണങ്ങളുണ്ട്. നമ്മൾ ആ കാരണം വന്ന് ഇവിടെ വെളിപ്പെടുത്താൻ നിന്നാൽ അത് അടുത്ത ഇഷ്യൂ ആവും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. മേനുവിന് അവളുടെ പേര് ഉച്ചരിക്കാനുള്ള പോലും അധികാരമില്ല. കുഞ്ഞിൻ്റെ കാര്യം പറയാനുള്ള അധികാരം പോലും ഇല്ല. പിന്നെ നിങ്ങൾ പറയേണ്ടത് വലിയ സ്നേഹം ഫോട്ടോയിലൂടെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കുഞ്ഞിനെ എടുത്തുകൂടെയെന്ന്. കുഞ്ഞിനെ അങ്ങനെ കയറി എടുക്കാൻ കഴിയൂല. അതിനവർ കേസ് കൊടുത്തിട്ട് കാണാൻ കൂടി പറ്റൂല. മനസ്സിലായി? ഇപ്പം ഞാൻ കാണാൻ പോയാൽ തന്നെ അവർ അതിനുള്ള ചിലപ്പോൾ ചെയ്യും. അതുകൊണ്ട് ഒരു പേടി കൊണ്ടാണ് എന്നെ വിടാത്തതും. മനസ്സിലായ? പിന്നെ ഇപ്പം ഈ തളച്ചിൻ്റെ അവിടെ നിൽക്കട്ടെ. തളച്ച് പറഞ്ഞത് നീ പോയി തൂങ്ങി ചാവ്, അവളെ പോലെ നീ ചാവ്, നീ അങ്ങനെ അവളുടെ കുഞ്ഞിനെ നോക്കും എന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ മേനുവിൻ്റെ കുഞ്ഞെന്നുള്ള രീതിക്കാണ് ഞാൻ അവനെ കാണുന്നത്. അല്ലാതെ വേറെ ആ കുഞ്ഞിനൊന്നും അറിയില്ല. ആ കുഞ്ഞ് ചെറിയ ബോധമില്ലാത്ത പ്രായം തൊട്ട് ഉമ്മയില്ല. അപ്പോൾ ആ കുഞ്ഞ് എന്ത് ചെയ്തിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് ഞാൻ പെരുമാറുള്ളൂ, ഞാൻ അതിനനുസരിച്ച് നീങ്ങുന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ കുറ്റവും പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ട് ഓരോന്നും കണ്ടന്റ് ഉണ്ടാക്കി വരണ്ട, ഉണക്കാൻ നിൽക്കണ്ട. പിന്നെ ഈ പെണ്ണിൻ്റെ വീഡിയോക്ക് മുന്നും എനിക്ക് വേറെ ഒരു പെണ്ണ് വീഡിയോ ചെയ്തിട്ടുണ്ടായി. എൻ്റെ ഫ്രണ്ട് എന്നും പറഞ്ഞ ഒരുത്തിനെയും കൊണ്ട് വന്നിട്ട് വോയിസ് എടുപ്പിക്കത്. ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെങ്കിൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പുറത്ത് പറയൂല. പേഴ്സണൽ നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ ഇവൾ എന്ത് ഫ്രണ്ട്, ഏത് ഫ്രണ്ടെന്നും എനിക്ക് നല്ല രീതിക്ക് പേരും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം.
പറഞ്ഞ ഫ്രണ്ട് ഏതാന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാം. ഞാൻ അവളുടെ വീട്ടിൽ വിളിച്ചതുമാണ്. പക്ഷെ അവൾ സംസാരിക്കാൻ തയ്യാറായില്ല. പിന്നെ ഒന്നാമത് കല്യാണം ഉറപ്പിച്ച കുട്ടിയാണ് ആ പെണ്ണ്. എനിക്ക് ഇതിൻ്റെ പേരിൽ കേസ് കൊടുക്കാം. കാരണം എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ്, എൻ്റെ അനിയത്തി എൻ്റെ റീൽസിന് വന്ന എൻ്റെ അനിയത്തി കമൻറ്റ് ഇടുന്നത്, അത് അവളുടെ ഇഷ്ടം, എൻ്റെ അനിയത്തിൻ്റെ ഇഷ്ടം. അവൾ കമൻറ്റ് ഇടുന്നതും കുത്തിപ്പിടിച്ചുകൊണ്ടാണ് അവൾ പോയി പേഴ്സണലി മറ്റേ പെണ്ണിന് ഇത് കുത്തി കൊടുത്തേക്കുന്നുള്ളത്. എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതൊന്നാമത്തെ കാര്യം. എനിക്ക് അതും പറഞ്ഞ് കേസ് കൊടുക്കാം. പക്ഷെ അവളുടെ കല്യാണം ഉറപ്പിച്ചത് എൻ്റെ ഫ്രണ്ടിൻ്റെ, എനിക്ക് കുറച്ച് മാന്യത ഉണ്ട്. ആ ഫ്രണ്ടിൻ്റെ കല്യാണം ഉറപ്പിച്ചത്, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത ഫ്രണ്ട് എന്നൊന്നുമല്ല, എൻ്റെ കൂടെ പഠിച്ചതാണ്, അത്രേ ഉള്ളൂ. മെസ്സേജൊക്കെ അയക്കലും ഉണ്ടായിരുന്നു. അവളുടെ കല്യാണം ഉറപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ കേസിന് കൊടുക്കാറുന്നത്. എന്തിനാ അവരുടെ ലൈഫും കൂടി വെറുതെ കോഞ്ഞാട്ടാക്കുന്നത്? അവർ പെരുമാറുന്നതനുസരിച്ച് ഞാൻ പെരുമാറുള്ള എന്നുള്ളൊരു ചിന്ത കൊണ്ട് തന്നെയാണ് ഞാൻ കേസ് കൊടുക്കാണ്ടിരുന്നത്. ഇപ്പം ഇതൊക്കെ എൻ്റെ മെച്യൂരിറ്റി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്. മെച്യൂരിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊന്നുമല്ല കാണിക്കാം. മനസ്സിലായ? പിന്നെ നിങ്ങൾക്ക് ഈ കാണുന്നവർക്ക് പലതും പറയാം. ഒരാളുടെ എത്ര കുറ്റം താത്താൻ പറ്റുമോ അതെല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ എനിക്കൊരു പെണ്ണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത്താനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിനു മുന്നേ റിഫാൻ്റെ വീഡിയോസ് കാണലുണ്ടായി. അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സമയത്ത് വരെ റിഫാക്ക് കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു. ആ നെഗറ്റീവ് ഇട്ടവർ തന്നെയാണ് മരിച്ചതിന് ശേഷം പാവം കുട്ടി, നല്ല കുട്ടിയായിരുന്നു, മരിക്കരുതായിരുന്നു, ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനൊന്നല്ല അവരുടെ കമൻസിലുണ്ടായത്. അതല്ല കൊച്ചെനിക്ക് നല്ല വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇതൊന്നും ഞാൻ ചോദിച്ചന്വേഷിക്കാനോ ഞാൻ ഇതിനു വേണ്ടിയിട്ട് പോയതല്ല. എനിക്ക് വന്ന് മെസ്സേജ് അയക്കുന്നവരാണ് ഇതെല്ലാം. പിന്നെ നിങ്ങൾ പറഞ്ഞ് പഴയ ഭാര്യനെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിങ്ങളെ എങ്ങനെ അവരുടെ മോനെ നോക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ എനിക്കൊരു പെണ്ണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. ആ പെണ്ണിൻ്റെ ഇതുപോലെ രണ്ടാം കെട്ട് കെട്ടി ഫസ്റ്റത്തെ മോനുണ്ടായിരുന്നു. മോനെ നല്ല രീതിക്കാണ് നോക്കിയത്. പക്ഷേ ആൾക്കാരുടെ കുത്തുവാക്ക് മൂലം ആ പെണ്ണിന് ജീവിക്കണ്ടെന്ന് വരെയുള്ള ചിന്ത വരെ വന്നു തുടങ്ങിയെന്ന് ഒന്ന് മനസ്സിലാക്കും. ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് കേൾക്കുന്ന ഒരാളാണ്. ആ കൊച്ച് കുടുംബത്തിൽ നിന്ന്, ആ ചെക്കൻ്റെ കുടുംബത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് പോലും ആ കൊച്ചിന് താങ്ങാൻ പറ്റാണ്ട് ജീവിതം നിർത്തണമെന്ന് വരെ ചിന്തിച്ചൊരു പെൺകൊച്ചാണെന്നത് ഒന്ന് ഓർത്ത് നോക്കണം. മനുഷ്യന്മാരുടെ വാക്കുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതുള്ളത്. എന്നിട്ട് കുറേ പേര് പറഞ്ഞ് നീ പബ്ലിക്ക് വന്നിങ്ങനെ അഴിഞ്ഞാടിയോണ്ടല്ലേ നിനക്ക് നെഗറ്റീവ് കേൾക്കേണ്ട വന്നത് അങ്ങനെയൊക്കെ. പക്ഷെ ഈ കൊച്ചു അഴിഞ്ഞാടൊന്നുമില്ലല്ലോ. ഈ കൊച്ചു നെഗറ്റീവ് കേൾക്കുന്നത് എന്തുകൊണ്ട്? വീട്ടിലിരിക്കുന്ന നോർമൽ പെൺകുട്ടി കേൾക്കുന്നത്. അങ്ങനെ പിന്നെ ഉള്ളത് മേനുവിൻ്റെ പാസ്റ്റ് ഈ കാര്യങ്ങൾ തന്നെ. നോർമലി അതൊന്നും മേനുവിന് സംസാരിക്കാനുള്ള ഒരു ഇതില്ല. അതുകൊണ്ടാണ് മേനു പിന്നെ അതും പിടിച്ച് കൂടുതലും വരാത്തത്. നിങ്ങൾ പറയലില്ലേ ഭാര്യ മരിച്ചന്ന് മേനു ലൈവ് ഇട്ടെന്ന്? ശരിക്കും പറഞ്ഞാൽ അത് ലൈവ് അല്ല ഇട്ടത്, സ്റ്റോറി ഇട്ടത്. കുറച്ച് ബോധമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതില്ല. നമ്മൾ ആ സമയത്ത് ഫോൺ എടുത്തപ്പോൾ ആ സമയത്ത് അവിടെ പരിചയമുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. മലയാളികൾ എങ്ങനെയും കിട്ടണം എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി എടുത്തിട്ടതാണത്, അല്ലാതെ ലൈവ് ഇട്ടതല്ല. അത് നിങ്ങൾക്ക് ഇപ്പോഴും ആ തെറ്റിദ്ധാരണ ഉണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് വെപ്രാളം കൊണ്ട് എന്ത് ചെയ്യണം, ഇപ്പം എന്ത് എന്നുള്ളൊരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിൽ കിടന്ന് ഓടുന്നത്. ആ ഒരു ഇതിൽ മേനു ചെയ്തൊരു ഇതാണത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഇങ്ങനെ പറ്റി എന്നുള്ളത്. അതെല്ലാവരുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഇപ്പോഴും ഉണ്ട്. അതെല്ലാവരും ഒന്ന് മാറ്റുക. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കമൻ്റ് എല്ലാം പിൻ ചെയ്യുന്നത് ഞാനാണ്, കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നത് ഞാനാണ്, മേനു അല്ല. അപ്പോൾ ഈ ചില പിൻ ചെയ്ത് വെക്കണ കമൻറ്റ് കാണുമ്പോൾ നിങ്ങൾ പറയും മേനു ഇതൊക്കെ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചല്ലോ എന്നുള്ളത്. ചില ബോധമുള്ളവർക്ക് മനസ്സിലാവും അത് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ച കാര്യം കൊണ്ട് തന്നെയാണ് അത് പിൻ ചെയ്ത് വെച്ചതെന്ന്. ഞങ്ങൾ പറയാണ്ട് കുറേ പേര് അറിഞ്ഞുകൊണ്ട് പറയണ കമൻസാണത്. അതുകൊണ്ടാണ് അത് പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ അവർ ആര് പറഞ്ഞോട്ടെ, പാർട്ട്നേഴ്സ് തമ്മിൽ തല്ലുപിടിച്ചത് കൊണ്ട് മാത്രമല്ല ഒരാൾ പോയി ആത്മഹത്യ ചെയ്യുന്നത്. സ്വന്തം പ്രവൃത്തി കൊണ്ടും സ്വന്തം ചെയ്ത കുറ്റത്തിൽ ചിലപ്പോൾ കുറ്റബോധം കൊണ്ടോ അങ്ങനെയും പലവർക്കും സൂസൈഡ് ചെയ്യാം. അല്ലാതെ പാർട്ട്ണറിൻ്റെ മാത്രം കുറ്റം എന്നല്ല. പിന്നെ ഒരു സംഭവം ഉള്ളത്, ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. പിന്നെ എന്ത് ഈ അടുത്ത് ഇതുപോലെ ഒരു പെണ്ണ് മരിച്ചില്ലേ, ഏതോ ഒരു ഹിന്ദു പെണ്ണ് മരിച്ചിട്ടുണ്ടായി.
ആ പെണ്ണ് ഇതുപോലെ നല്ല സൈബർ ബുള്ളി ഈ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിക്ക് കമൻസ് പലരും പറഞ്ഞിട്ട് നിനക്ക് ചത്തൂടെ എന്നും പറഞ്ഞിട്ടൊക്കെ. പക്ഷെ ആ പെണ്ണ് മരിച്ചതിന് ശേഷം എന്താ പറയുന്നറിയോ, പാവം നല്ല കുട്ടി മരിക്കരുതായിരുന്നു, RIP ഫോർ ദാറ്റ് ഗേൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ഈ പറഞ്ഞവർ തന്നെ, കുറ്റം പറഞ്ഞവർ തന്നെയാണ് ഈ വന്ന് ലാസ്റ്റ് നല്ലത് പറയുന്നത്. വല്ല കാര്യമുണ്ടോ? അയാൾ ജീവനില്ല, അയാൾക്ക് പോയി. അയാൾ ലോകത്തോട് വിട പറഞ്ഞ ആളോട് ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാവും? ഉള്ളപ്പോൾ ആദ്യം സ്നേഹിക്കാൻ നോക്കണം, അല്ലാതെ ഇല്ലാതാവുമ്പോൾ സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് പറഞ്ഞപ്പോഴാ ഇപ്പം ആ പെങ്കൊച്ചിന് ആ സമയത്ത് 17 വയസ്സെന്തോ. എന്നിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഒരു ചെറുക്കനായിട്ട് സ്നേഹിച്ചത്. ലാസ്റ്റ് ആ പെണ്ണ് മരിച്ച കഴിഞ്ഞിട്ട് ഈ പോക്സോ കേസ്, പോക്സോ ആ കേസ് കൊടുത്തിട്ട് വല്ല കാര്യം ഉണ്ടാവും? ഇല്ല. ഇപ്പം മേനുവിൻ്റെ ഇതന്നെ ഇരിക്കട്ടെ, 16 വയസ്സിലങ്ങാണ്ട് അവർ ഇഷ്ടപ്പെട്ടതെന്തോ. അതിനുശേഷം മേനു അവൾക്ക് 17 വയസ്സുള്ളപ്പോഴാണ് വീട്ടിൽ വന്ന് കല്യാണാലോചന പറഞ്ഞത്. പക്ഷെ ഉപ്പ സമ്മതിച്ചില്ല. ഇത് ഇവരുടെ ഒരു ഇൻ്റർവ്യൂ തന്നെ ഉണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, അതെന്താ അന്ന് ഉമ്മ എനിക്ക് കാണിച്ചു തന്നത്. ഇതിനകത്ത് തന്നെ അവൾ വിശദീകരിച്ചെല്ലാം പറയണുണ്ടെന്ന്. 17 വയസ്സിൽ ഒരു ഇങ്ങനെ ഇഷ്ടം വീട്ടിൽ പറഞ്ഞ സമയത്ത് ഉപ്പ സമ്മതിച്ചില്ല. ഉപ്പ പള്ളീൻ്റെ എന്തോ ആള്. അപ്പോൾ ഉപ്പ പറഞ്ഞു 18 വയസ്സായി, അതെ ഞാൻ കെട്ടിക്കൂല എന്നും പറഞ്ഞിട്ട് 18 വയസ്സായിട്ട്, അത് റിഫ തന്നെ പറയുന്നുണ്ട്, 18 വയസ്സായിട്ട് ആണ് ഇവർ തമ്മിൽ കല്യാണം കഴിച്ചത്. അത് ഇവളുടെ വീട്ടുകാരും എല്ലാവരും കൂടി അനുഭവത്തില്ല. ലാസ്റ്റ് ഇപ്പം എല്ലാം വെച്ചേണ്ടിട്ട് എന്താ വന്നത്? ആ കേസ്, ആ സാധനം സ്വന്തം ഇഷ്ടത്തിന് തന്നെ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ച ഒരു കുട്ടി ഉണ്ടായി. ലാസ്റ്റ് മരിച്ചു കഴിഞ്ഞപ്പോൾ വന്ന കേസാണ് ഇത്. അങ്ങനെ പിന്നെന്താ, കുറേ പേര് എന്തോ റിയാക്ഷൻ വീഡിയോസൊക്കെ കുറേ ഞങ്ങളുടെ ഇതിനെ പറ്റി ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഞാനിപ്പോൾ ഈ ലേറ്റസ്റ്റിൽ ഈ ഒരു തള്ളച്ചിൻ്റെ കണ്ടത്, അതപ്പോൾ എനിക്കൊരു കൊച്ചയച്ചെന്നുകൊണ്ട് ഞാനിങ്ങനെ റിയാക്ഷന് റിപ്ലൈ കൊടുക്കണമെന്നുണ്ടായി. പിന്നെ മെയിൻ സംഭവം ഉള്ളത്, ഞാൻ മേനും പരിചയപ്പെട്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന ആ മറ്റവൾ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ 1 വർഷമായിട്ടുള്ള പരിചയം തന്നെയാണെന്ന് ആ പെണ്ണ് പറയുന്നുണ്ട്. അത് ഞങ്ങളുടെ ഇൻസ്റ്റയിൽ സ്റ്റോറി റീമെൻഷൻ അങ്ങനെ എന്തോ കണ്ടിട്ട് തോന്നുന്നു പറഞ്ഞത്, ആയിരിക്കട്ടെ. അപ്പോൾ ഞാനും മേനും തമ്മിൽ 1 വർഷത്തെ പരിചയം, അതായത് പരിചയപ്പെടുമ്പോൾ നോർമലി ഫ്രണ്ട്സും അങ്ങനെ സംസാരിച്ച് മേനുവിൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറയാം, അങ്ങനെയുള്ളൊരു നോർമൽ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. പിന്നെ എന്തോ 1 വർഷം കഴിഞ്ഞാൽ ഇപ്പം ഈ അടുത്താണ് ഞങ്ങൾ പിന്നെ ഒന്ന് ഇങ്ങനെ മനസ്സോർന്നിങ്ങനെ ഇഷ്ടം ഇതാക്കിയിട്ട് പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, റിഫ ഉള്ള സമയത്ത് മേനു തമ്മിൽ ഇഷ്ടമുണ്ടെന്ന്. അതുകൊണ്ട് അത് റിഫ കണ്ടിട്ട് അവിടെ നിന്ന് തൂങ്ങി മരിച്ചത്. എനിക്ക് പാസ്പോർട്ടില്ല, എനിക്ക് വിസയില്ല, ഒന്നുമില്ല, ഞാനെങ്ങനെ പോലും അതൊന്നും ഇല്ലാത്ത ഞാൻ. എന്നിട്ട് റിഫ അവിടെ നിന്ന് ഞങ്ങളുടെ ഇത് കണ്ടിട്ട് ഇതാക്കി. ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫോണിൽ കണ്ടെന്ന്. ഞങ്ങൾ ആ സമയത്ത് പരിചയമില്ല, വിശ്വസിക്കാൻ പറ്റുന്നത് വിശ്വസിക്കരുത്. ഈ കൂടുതൽ എനിക്ക് തെളിവ് എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിൽ 1 വർഷത്തെ പരിചയമുള്ളൂ. ഇവരെ കല്യാണം കഴിഞ്ഞെന്നാ ഒന്നും എനിക്ക് അറിയുന്നില്ല. ആൾക്കാരെന്തൊക്കെയാ പറയണത്? അവർ പറയണത് നിനക്ക് വേണ്ടിയിട്ടല്ലേ അവളെ കൊന്നതെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് കമൻറ്റ് ഇങ്ങനെ വായിച്ചിട്ട് ഫസ്റ്റ് ഞാൻ പറയും, എൻ്റെ പൊന്നു മേനു ഇങ്ങനെ ഉണ്ടാവും മനുഷ്യന്മാർ, ഇങ്ങനെ ഊഹിക്കാൻ പറ്റും. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ചിരിക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇത് കേട്ട് ഞാൻ പറഞ്ഞു, ഇത് വല്ലാത്തൊരു ഇത്. ഇനിയിപ്പോൾ ഇവർ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടാക്കും എനിക്കും വേണ്ടിയിട്ട് കൊന്നിട്ട്. എന്നിട്ട് എന്നെയും പറയും, നീ കാരണമല്ലേടി ആ കൊച്ചിനെ കൊന്നത്, നീയും അനുഭവിക്കുമെന്ന്. ഞാൻ എന്താക്കിയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ നിങ്ങളിങ്ങനെ പറഞ്ഞ് പ്രാന്ത് കയറുമ്പോഴുള്ളൊരു സംസാരമാണിത്. ഈ സംസാരം ഞാൻ ഇങ്ങനെ, അതായത് ഞാനിപ്പോൾ നോർമലി ഇവിടുത്തൊക്കെ സംസാരിക്കുന്ന രീതിയിൽ ഞാൻ മീൻസ് ഞാൻ എന്താ പറയുക, ഒരു സാധാ ടൈപ്പ് തന്നെ ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങളില്ലേ ഇങ്ങനെ പറഞ്ഞ് ഒരാളെ ദുഷ്ടത്തിയാക്കണ രീതിയിൽ നിങ്ങളുടെ സംസാരം. അന്ന് അമ്മാതിരി കമൻ്റ് ഇട്ടിട്ട് ഞാൻ വന്ന് പറഞ്ഞതാണത്. ഇങ്ങനെ എനിക്ക് ദേഷ്യം വന്നിട്ട് കണ്ണീച്ചോര പോകണമെന്ന്. സത്യം പറഞ്ഞാൽ അങ്ങനെ നിങ്ങളാക്കുന്നതാണ്. എന്നിട്ട് അങ്ങനെ പിന്നെ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ അതിന് റിപ്ലൈ എന്നിട്ട് കുറച്ച് ബുദ്ധിയുള്ളവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും എന്ത് കിട്ടാണ്ട്, അവൾക്ക് മറ്റേ റിഫാനോട് വെറുക്കുന്നല്ലാണ്ട് നിങ്ങളിങ്ങനെ പറയണ കൊണ്ട് ഒന്നും കിട്ടാനില്ല, അങ്ങനെ പറയുന്നുള്ളത്. എന്താക്കാനാ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. മേനുവിന് കുറേ വന്ന് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ അത് പറഞ്ഞുകൊണ്ടിരുന്ന് പിന്നെ ഇത് വിഷയമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മരിക്കണ സമയത്ത് തന്നെ മേനു കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുമല്ലോ, ഈ ചാനലിൽ നിന്നൊക്കെ വിളിച്ചപ്പോൾ അങ്ങനെ അവരുടെ അടുത്തൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞിട്ട് കുറേ പേര് യൂട്യൂബിൽ വന്നിട്ടുണ്ടേ. മേനുവിനെ നമുക്കൊന്ന് വിളിക്കാം. ഞാൻ ഈ അടുത്ത് ആ പെണ്ണ് തള്ളച്ചി റിയാക്ഷൻ ചെയ്തോണ്ടപ്പോൾ ഞാൻ മേനുവിനെ കാണിച്ചു കൊടുത്തു, നോക്കും മേനു എന്ന് പറഞ്ഞിട്ട്.
മേനു വാ. സ്നേഹിക്കുന്നവരുടെ അടുത്ത് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളിങ്ങനെ വെറുപ്പ് തരണോണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. വാ. ഇല്ല, വാ. കുത്തിയിരിക്കും. What happened? വാ. I think ഓക്കെ, എന്താണ് ഞാൻ ഈ അടുത്തൊരു തള്ളച്ചിയുടെ ഒരു വീഡിയോ കാണിച്ചതില്ലേ, എനിക്ക് ഇൻസ്റ്റയിൽ ഒരു പെണ്ണ് ഫോട്ടോ അയച്ചു തന്നിട്ട് ഞാൻ ഇന്നലെ മിനിയാന്ന്, അതിപ്പോ ഒരു 1 വീക്കാട്ടെ ആ പെണ്ണ് ഇട്ടിട്ട് ഇന്നലെ അമ്മ കാണുന്നത്. അതിലെന്ത് എന്റെ അടുത്ത് പറയാട്ടാ, നീ അവളെ പോലെ നടക്കാൻ നോക്കുന്നു, എന്നാ നീ അവളെ പോലെ തന്നെ പോയി തൂങ്ങി മരിക്കാൻ. ഇത് പ്രേരണയല്ലേ? അങ്ങനെ പറഞ്ഞു. എന്നാ നീ അവളെ പോലെ തന്നെ നടക്ക്, നീ അവളെ പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് പോയി തൂങ്ങി മരിക്കാൻ, ഒരു കയറെടുത്ത് ചാവാൻ. അതിനെന്താ മേനോന് പറയാനുള്ളത്? അവളെ പോലെ നടക്കണെന്ന് പറയാനായിട്ട് ഞാൻ നോർമലി ഞാൻ പറഞ്ഞു ഒരു ചൈൽഡിഷ് ടൈപ്പ്, അതായത് തെറിച്ച ടൈപ്പ്, ഒരു ഇരുന്ന അടങ്ങിയിരിക്കില്ല. അതാണ് എന്റെ കയ്യും മുടിയിലേക്കൊക്കെ പോണത്. അതിന് മേനു തന്നെ പറയും അടങ്ങിയിരിക്കാത്ത ഒരു ടൈപ്പ്. അതിപ്പോ എനിക്ക് എന്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല. അല്ല, ആ പെണ്ണ് ഇങ്ങനെ പറഞ്ഞുണ്ടായത് പറഞ്ഞതന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്തത്. അതില് റിയാക്ട് അതിപ്പോ എന്താ പറയാ, എനിക്ക് എന്തെങ്കിലും കാരണം ഞാൻ തന്നെ ഉണ്ടാക്കിയെങ്കിൽ എനിക്ക് പോയി തൂങ്ങി മരിക്കേണ്ട അതിന്റെ ഇതാണത്. ഇപ്പൊ എന്താ പറയാ, ആരല്ലോ റീച്ചിട്ടാ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടുണ്ടാവും. അത് മാത്രല്ല, പിന്നെ മുന്നും ഒരു പെണ്ണ് ചെയ്തില്ലേ, എന്റെ ഫ്രണ്ടിനെ കൊണ്ടുവന്നിട്ട് കൊറേ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞതും അന്ന് ഞാൻ റിയാക്ട് ചെയ്തില്ല. അത് പറഞ്ഞ കൊറേ റിയാക്ട് ചെയ്ത കാര്യങ്ങൾ. നമ്മളൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മളെ പറ്റി, എന്നെ പറ്റി തന്നെ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഒരുപാട് ആൾക്കാർ എന്താണെന്ന് അറിയാണ്ട് തന്നെ ഒരുപാട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ബാക്കില് ഞാൻ വീഡിയോ ഇടാത്തതിന്റെ കാരണം അവരെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ കുടുംബത്തിന് തന്നെയാണ് പ്രശ്നം, അവർക്കൊന്നുമില്ല. അത് നമ്മളെ കുടുംബത്തിലുള്ള, അതായത് ഇപ്പം നമ്മളെ ഇതിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല. അവര് പൊട്ടന്മാരെ ബുദ്ധി പോലെ വേറെ പലതും ചിന്തിച്ച് 10-20 ഉറുപ്പിക കിട്ടുമ്പോൾ അതിന്റെ ബാക്കിലേക്ക് പോയി. അപ്പൊ ഈ റിയാക്ടിങ് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനേ നേരം കാണുള്ളൂ. അതാണ് ഞാൻ എന്നോട് പറഞ്ഞത്, റിയാക്ടിങ്. അതായത് അവരുദ്ദേശിക്കുന്നത് നമ്മളെ റിയാക്ടിങ് വീഡിയോ ആണ്. അതായത് അവരുദ്ദേശിക്കുന്ന നമ്മളെ റിയാക്ടിങ് വീഡിയോ ആണ്. അതുണ്ടെങ്കിൽ അവർക്ക് കണ്ടന്റ് കിട്ടുള്ളൂ. അപ്പോൾ അതില് പിടിച്ചിട്ട് ഇങ്ങനെ പോകും. പിന്നെ ഈ ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവര് ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ ആഗ്രഹം, താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഓഡിയൻസ് ഇരുന്ന് ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നത്. അപ്പൊ തന്നെ ഏകദേശം എൻ്റെ അറിവില് കുട്ടികൾ ഒഴിച്ച്, അതായത് ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഈ വീഡിയോ കണ്ട് വിശ്വസിച്ചിട്ട് ഭയങ്കര സംഭവമാക്കിയിട്ട് പോകുന്നു. പിന്നെ കുറെ പ്രായമുള്ളവരും ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം കണ്ട് വിശ്വസിക്കുന്നവരുണ്ട്. ഈ ബുദ്ധിയുള്ള ടീം, അതായത് ഏകദേശം ഒരു ഏജുള്ള ടീമും വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്ന ടീമിനൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇതെന്തിനാണ് ഇവർ ഉദ്ദേശം. പക്ഷെ അവര് ഈ കമന്റ് അറിയുന്നവര് ഇടും. അതേപോലെ ഞാനിത് വായിച്ചിട്ട് മേനോനെ കേൾപ്പിക്കും, മേനോ ഇത്ര കറക്റ്റ് ആയിട്ട് പറയണവര് മീൻസ് അത്രക്കും ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഞാന് ആരും ഏൽപ്പിക്കലോ പിടിക്കലോ ആവശ്യമില്ല. മേനു അന്ന് ദുബായ് വെച്ചിട്ട് ലൈവ് ഇട്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ പറഞ്ഞില്ല അത് ലൈവ് ആണ്. ഞാൻ ലൈവ് ഇട്ടിട്ടൊന്നുമില്ല, ഒരു ലൈവ് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഏതോ എന്റെ ഫേക്ക് പേജിലെന്തോ ഈ യൂട്യൂബിലെന്താ അറിയോ, നമ്മൾ ഓൾറെഡി എടുത്ത വീഡിയോ പ്രീമിയം ആയിട്ട്, അതായത് ലൈവ് പോലെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു, അത് കറക്റ്റ് ഒരാൾ വന്ന് കമന്റ് ഇട്ട്, ഇപ്പൊ മേനു അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒരാൾക്ക് ഒരു എത്തും പിടി ഉണ്ടാവും. അത് അനുഭവിച്ചാലും മനസ്സിലാവുള്ളൂ. നിങ്ങള് എന്റെ സ്റ്റേജ് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങള് സത്യം പറഞ്ഞെങ്കിൽ ഏത് സ്റ്റേജിലാണ് ഉണ്ടാകുന്നത് അത് നിങ്ങൾ അനുഭവിച്ച് മനസ്സിലാവും. ആ ഒരു വെപ്രാളത്തില് നമുക്ക് എന്തൊക്കെ ചെയ്യും, കാരണം ഒരു മിനിറ്റ് നമ്മള് പുറം രാജ്യത്തിൽ പോകുന്നു, ആ ഒരാളെ നമുക്ക് സംസാരിക്കാൻ അറിയുന്നില്ല, ഇതാക്കാൻ അറിയുന്നില്ല. ആകെയുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നമ്മളെ ഓഡിയൻസ്. ഞാൻ ഇത്രയും കാലം ഈ ഒരു ചെറുപ്പം മുതൽ ഞാൻ ഈ ഫീൽഡിൽ, അതായത് ഈ വീഡിയോസും ഫോട്ടോസ് എടുത്ത് നടക്കാൻ തുടങ്ങിയാണ് ചെറുപ്പം മുതൽ.
എനിക്ക് ഒന്നും കണ്ടിട്ടോ ആരും ഒന്നും പ്രതീക്ഷിച്ചിട്ടോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഒരു ഐ മീൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഇങ്ങനത്തെ ഒരു. അപ്പോൾ അത് ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ തന്നെ പണ്ടിടുന്ന അതേ ബോധത്തോടും അതേ രീതിയിൽ തന്നെ ഞാൻ ഇപ്പോഴും ഇടുന്നു. അല്ലാണ്ട് ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടോ ഒന്നും കണ്ടിട്ട് അങ്ങനെ എനക്കും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടിടാനും എവിഡൻസ് വെച്ചിട്ടിടാനും എനിക്കറിയാനിട്ടോ അല്ലെങ്കിൽ ഇല്ലാഞ്ഞിട്ടോ അല്ല. കാരണം ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ നടക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചതും. അല്ലെങ്കിൽ ഞാനിങ്ങനെ നമ്മളെ കുടുംബത്തിനെ നെഗറ്റീവ് അടിച്ചിട്ട് പോസ്റ്റ് ചെയ്യാനും പിടിക്കാനും അല്ല ഞാനിങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നത്. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ആൾക്കാരും ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ട് പതർന്നു പോയിട്ടുണ്ട് ഞാൻ. കാരണം കുറെയൊക്കെ കണ്ടിട്ടുണ്ട് ഇല്ലാത്ത കഥകൾ. എനിക്കെന്ന് അറിയാൻ ഒറ്റ ഫ്രണ്ട്സ് ഇല്ല. ഞാൻ തന്നെ ഇപ്പൊ ഓരോരുത്തരും എന്നെ റിയാക്ട് ചെയ്ത് കഴിയുമ്പോ ഞാൻ പറയലുണ്ട് മേനു ഞാൻ എന്താക്കിയിട്ട് ഇങ്ങനെ മേനു. അപ്പൊ ഞാൻ വിചാരിക്കും എത്രത്തോളം മേനു അനുഭവിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ഈ സ്റ്റേജിലുണ്ടെങ്കിൽ താങ്ങന്നില്ല, ഡിപ്രഷൻ അടിച്ചാൽ റൂമിൽ മൂലൊക്കെ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇപ്പം ഏതെങ്കിലും ഓഡിയൻസ് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഏകദേശം ആൾക്കാരിൽ ഇപ്പൊ ഒരു 1000 ആൾക്കാർ ഈ വീഡിയോസ് കണ്ടു എന്ന് വിചാരിച്ചു. ഈ 1000 ആൾക്കാരിൽ ഏതെങ്കിലും ഒരാൾ വീഡിയോ ചെയ്യുന്ന കുറച്ച് ടീം ഉണ്ടെങ്കിൽ, അതായത് ചെറിയൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും വരുന്ന ടീം, അത് ആരെങ്കിലും ആയിട്ട് കയറുന്നവരുണ്ടെങ്കിൽ അവരെ പറ്റി നമുക്കൊന്നും അറിയില്ല. നമ്മൾ വീഡിയോ കാണുന്ന മാത്രം. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, അവരെ പറ്റിയിട്ട് ജസ്റ്റ് ഈ ഒരു പേജിലുള്ള കുട്ടീനെ കണ്ടോ, ഈ കുട്ടി അങ്ങനെയാണ്, ഈ കുട്ടി കഴിഞ്ഞ ആഴ്ച ഞാൻ എന്നോടൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞ് ഈ കുട്ടി വെറും പോക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് വീഡിയോ പബ്ലിഷ് ചെയ്തു. പക്ഷെ എനക്കൊന്നും അറിയില്ല. എന്നാലും ഞാൻ എന്ത് ചെയ്യുന്നു വിട്ട്. അത് എന്ത് ഉദ്ദേശിച്ചില്ലാന്നറിയോ, ആ കുട്ടീന്റെ റിയാക്ട് ഇട്ട. കാരണം ആ കുട്ടി ഇത് കാണുമ്പോ മനസ്സിലാവും. കാരണം ഇതെന്ത്, ഞാനെപ്പോ എങ്ങനെ, ഇത് സംഭവം ഇല്ലാത്ത കാര്യമാണല്ലോ എന്നിട്ട് റിയാക്ട്. ഈ റിയാക്ട് ചെയ്യുമ്പോ അത് കിട്ടി കഴിഞ്ഞാൽ ഞാൻ അടുത്തതായിട്ട് ഇടും. അപ്പൊ എന്തായി, ഈ ഓഡിയൻസ്, പുറത്തുള്ള ഓഡിയൻസ് എന്താവും, ആവേശമാവും. ഇവര് തല്ലുപിടിക്കുന്നതാണ്, നല്ല ഹരണ്ട്, നല്ല രസമുണ്ട്. അപ്പൊ അത് ഇരുന്ന് കാണും. ഓഡിയൻസ് നോർമൽ അതാണ് ഇഷ്ടം. അങ്ങനെയാണ് ഈ നെഗറ്റീവ് സാധനത്തിനെ ഓഡിയൻസ് തന്നെ പൊക്കി വന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊക്കി കൊണ്ടുവരുന്നവരോട് ഞാൻ ഒറ്റൊരു കാര്യം പറയുന്നു, നാളെ നിങ്ങളുടെ കുടുംബത്തിലും ഇതേപോലെ വരൂല എന്ന് ഒരു ഉറപ്പില്ല. കഴിച്ചു നിങ്ങൾക്ക് ആർക്കും ഒരു ഉറപ്പില്ല. അത്ര ആൾക്കാർ അനുഭവിച്ച് എൻ്റെ അടുത്ത് വന്ന ആൾക്കാരുണ്ട്. ഞാൻ ഈ ഒരു സിറ്റുവേഷനിലൂടെ നടന്നു പോയിട്ടുണ്ട്. ഒരു സമയത്ത് ഞാൻ നിന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിത് ഇന്ന് അനുഭവിക്കുമ്പോൾ ഇന്ന് ഞാൻ അനുഭവിക്കുമ്പോൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, സോറി എന്ന് പറഞ്ഞിട്ട് കമന്റ് വരെ വന്ന് പറയണവരുണ്ട്. പക്ഷെ അങ്ങനത്തെ സോറി വേണ്ട, താല്പര്യമില്ല. ഒരാളെ സോറി പറഞ്ഞാൽ അതിനൊരു. അതുകൊണ്ട് മാക്സിമം ആരും പറയുന്നത് നമ്മൾ മൈൻഡ് ആക്കൂല. പിന്നെ അതേപോലെ തന്നെ ഏത് മക്കൾ വീഡിയോ എടുത്തിട്ടാലും നെഗറ്റീവിലൂടെ താത്തിതാക്കാൻ നോക്കിയാലും നമുക്ക് ഒന്നുമില്ല മോനെ. അതിൽ അത്രയും നമുക്ക് റീച്ച് കയറുന്നുള്ളൂ. അതിൽ ചെയ്യുന്നതിൽ വണ്ടിയിൽ പോയാൽ പോരെ വരെ വിളിച്ചിട്ട് ഫോട്ടോ എടുക്കണ കുറച്ച് പേരുണ്ട്, എനിക്ക് അവരെ മതി. പിന്നെ നമ്മളെ വീഡിയോസ് ഒരുപാട് നെഗറ്റീവ് അടിക്കുന്ന ടീം ഉണ്ടെങ്കിൽ അത് നമുക്ക് അത്യാവശ്യം നമ്മൾ സൈലന്റ് ആകുന്ന ഒരു ഉപകാരം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ റിയാക്ട് ചെയ്യാത്തതിൻ്റെ കാരണം അത് സത്യമല്ല എന്നുള്ളത് എനിക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്ത് അതിൻ്റെ ബാക്കിൽ നടക്കാനോ അല്ലെങ്കിൽ കുരക്കുന്ന നായിൻ്റെ ബാക്കിൽ പോയിട്ട് അതിൻ്റെ വായി അടപ്പിക്കാൻ ഞാൻ നിൽക്കാറില്ല. അപ്പം ഞാൻ എൻ്റെ ഞാൻ മാറിയതിൻ്റെ കാരണം എല്ലാ ജനങ്ങളും കൂടി എന്നെ മാറ്റിയതാണ്. കാരണം ഞാൻ ഇത്രയും ഒരു മനസാക്ഷി ഇല്ലാതെ ഒരുത്തനായിട്ടുണ്ട് എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അവരെന്നായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര പറയാം. അങ്ങനല്ല, ഇപ്പൊ മേനു വീട്ടിലുള്ളപ്പോ ഇപ്പൊ എന്തെങ്കിലും ജീവികളെ ഞാൻ ഉപദ്രവിക്കാൻ എന്തെങ്കിലും ആക്കിയ മേനു എന്നെ സമ്മതിക്കൂല. പക്ഷേ നേരെ തിരിച്ചിപ്പോ മനുഷ്യന്മാരുടെ സ്ഥിതിയിലാണെങ്കിൽ മേനു എൻ്റെ അടുത്ത് പറയും, മനുഷ്യന്മാരേക്കാൾ ദണ്ണുള്ളത് മൃഗങ്ങൾക്കാണ്. മൃഗങ്ങളെ നീ സ്നേഹിച്ചോ, മനുഷ്യന്മാരെ സ്നേഹിക്കരുത്. അഫ്കോഴ്സ് എനിക്ക് ജീവിതത്തിൽ പഠിച്ച പാടായതുകൊണ്ടാണ് ഗൈസ്. കാരണം സത്യം പറഞ്ഞെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പൊ നല്ലത് വന്നവരെ എനിക്ക് പേടിയാണ്. നല്ലൊരു ആൾക്കാർ വന്നാൽ തന്നെ എനിക്ക് ഭയമാണ്, ഇവൻ നല്ലതാണോ എന്നുള്ള. കാരണം ഞാൻ എല്ലാവരും ഒരേ കണ്ണിൽ ഇപ്പോൾ കാണാൻ തുടങ്ങി, നെഗറ്റീവ് മാത്രം. അതുകൊണ്ട് തന്നെ എനിക്ക് ആരും വിശ്വാസമോ അല്ലെങ്കിൽ ആരും വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ ആരും പ്രിയനാണെന്നോ അല്ലെങ്കിൽ എനിക്കൊരു ഫ്രണ്ട്സോ അങ്ങനത്തെ അന്ന് മുതലേ അതെ ഏറ്റവും കൂടുതൽ അത് ആക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരാൾ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ വെറുപ്പിച്ചതുകൊണ്ട് ഏറ്റവും കൂടുതൽ വെറുപ്പ് എനിക്കിപ്പോൾ എല്ലാവരോടും അതിൻ്റെതായ രീതിയിലുണ്ട്. ആ ഒരു ഇത് മാത്രമേ നമ്മളെ ഇടയിലുള്ളൂ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാത്ത തെറ്റിന് ഒരുപാട് അനുഭവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
പിന്നെ എന്താ പറയുക കുറ്റപ്പെടുത്തിയിൽ കൊണ്ട് ഞാൻ സ്ട്രോങ് ആയി. പിന്നെ അതുകൊണ്ട് നിങ്ങളാരും കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ എന്നെ ഇതും പറഞ്ഞിട്ട് താഴ്ത്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മോനെ നടക്കില്ല. കാരണം ആരും വാക്കുകൊണ്ട് വേദനിപ്പിക്കാനുള്ള മനസ്സില്ല. ഫസ്റ്റേ റീൽസ് ഇടുമ്പോൾ കമന്റ് നെഗറ്റീവ് വരുമ്പോൾ ഞാൻ നോർമലി അല്ലേ റിപ്ലൈ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ നല്ല തെറി പറഞ്ഞു തുടങ്ങിയ കുറെ പേര് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞേ ഇതല്ല ഇതിലപ്പുറം പറയണം, നിങ്ങൾ ഇതിലപ്പുറം വേണ്ടി പറയണം. എന്നിട്ട് ആരോ സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് എന്റെ തെറിയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോറി എന്താ ഞാൻ പൊങ്ങി തുടങ്ങി സൂക്ഷിച്ച ആൾക്കാരെ നിങ്ങൾക്ക് വേണ്ടത് കിട്ടും, ചോദിച്ചു പോയി വാങ്ങാൻ നിക്കണ്ടാന്ന്. നല്ല തെറി. അതിന്റെ ബാക്കിൽ കുറെ പട്ടികളുണ്ട്, അപ്പൊ അതേപോലെ ആകാണ്ടിരുന്നാ മതി. പിന്നെ എന്താ പറയാ, നമ്മള് ഫാഷനാണ് കൊണ്ട് നടക്കുന്നത്, അല്ലാണ്ട് വേറൊന്നല്ല. നമ്മളിനിയും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. വെറുപ്പിക്കാൻ്റെ രീതിയിലാണെങ്കിൽ നമ്മൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാനുള്ള താല്പര്യമുള്ള വീഡിയോസ് ആണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യും. നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും ഒരാളും എന്താ പറയാ എത്ര നല്ലത് ചെയ്താലും ഒരു നെഗറ്റീവ് വന്നാൽ അതല്ലേ പൊക്കി പിടിച്ചെടുക്കും. എല്ലാവർക്കും അറിയാം ഏതൊരുത്തനും എത്ര പുണ്യാളത്തിന്റെ രീതിയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഓനിക്കൊരു നെഗറ്റീവ് വരും. അത് നമ്മൾ പോസിറ്റീവ് ആക്കാൻ നടന്നാൽ പിന്നെ അതിനേ നേരം ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്താ പറയാ, നിങ്ങളെ കാര്യം, നിങ്ങളെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്ത് ഹാപ്പി ആയി ചെയ്യുക. മറ്റുള്ളവരൊക്കെ ലാസ്റ്റ് ഇതില് വന്നിട്ടുണ്ട് കുറെ ആളങ്ങനെ വന്നിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞു. പക്ഷെ അതൊന്നും എനിക്ക് ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നിട്ട് ഞാൻ അവരെ എന്താ പറയാ മാപ്പ് കൊടുക്കണ്ടാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാനൊരു സമയത്ത് നേറിയ വേദനകളുണ്ട്, അത് നമുക്ക് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊരിക്കലും എന്നെ പറഞ്ഞ ആൾ അനുഭവിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അനുഭവിക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. അനുഭവിക്കുകയും ചെയ്യും. അത് നിങ്ങൾ പ്രാക്കലാണോ കണ്ണേറിടാണോ എന്ത് പറഞ്ഞാലും എനിക്ക് അനുഭവിക്കണം. അതിപ്പം കർമ്മ എന്ന് പറഞ്ഞാൽ എന്തായാലും പിച്ച് കിട്ടും. അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മളെ രീതി ഹാപ്പി ആയി ജീവിച്ചു പോകുന്നു. നിങ്ങളും അതേപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവരോട് ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളെ ലൈഫ് മാത്രം, അതായത് നിങ്ങളെ ജീവിതം, നിങ്ങളെ പ്രിയപ്പെട്ടവർ തമ്മിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാണ്ടിരിക്കുക ഒരു ഇത്തിരി വരെ. അതിപ്പോൾ കുടുംബത്തിലൊരു വീട്ടിലെ സിസ്റ്ററും ബ്രദറും ഇവരെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ, അല്ലെങ്കിൽ വീട്ടിലൊരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ വരെ ജസ്റ്റ് നമ്മൾ തല്ലുപിടിയിലൊന്നും സോൾവ് ചെയ്യുന്ന പോലെയല്ല, നമ്മളെ നാവിനൊന്ന് അടയ്ക്കാൻ മതി. ആ തന്നെ 90% അവിടെ നിങ്ങൾക്കൊരു പ്രശ്നമില്ലാണ്ട് ജീവിക്കാം. കാരണം മാക്സിമം ലൈഫ് എന്താ പറയുക, നാവിനെ മാക്സിമം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, എനിക്ക് ഇത്ര പറയാനുള്ളൂ. ദാറ്റ്സ് ഓൾ. എനിത്തിങ് എൽസ്? വൈൻഡപ്പ്. ഓക്കെ, അപ്പോൾ നേരത്തെ തുടങ്ങി. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.